ചില പള്ളിക്കൊക്കെ കയറിയാൽ നമുക്ക് തോന്നും അതൊക്കെ ഇനി വൈകാതെ ഓഡിറ്റോറിയങ്ങളാകും. അത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന പോലെ സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ കഴിയണമെന്നൊന്നുമില്ല. പിടിച്ചാണ്ട് നിൽക്കാൻ കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് അങ്ങനെ എങ്ങനെയാണോ നിൽക്കാൻ കഴിയുക അങ്ങനെ നിൽക്കണം. ചിലപ്പോ അങ്ങനെ കാറിലൊക്കെ വന്ന് നടന്നു അങ്ങനെ വന്നിട്ട് നിസ്കരിക്കുന്നത് കാണാം. നിസ്കാരം ബാത്തിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിൽക്കാൻ കഴിയുമോ എന്നാണ് നിന്നിട്ടേ നിസ്കരിക്കാനുള്ള വകുപ്പുള്ളൂ. എങ്ങനെയാണോ നിൽക്കാൻ കഴിയാം, എത്രത്തോളം മഹാന്മാർ പഠിപ്പിച്ചത്, ഓനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ കൂലിക്ക് നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ നിർത്തിയിട്ട് നിസ്കരിക്കണം. ഫ്രീ ആയിട്ടാണെങ്കിൽ ചെയ്യേണ്ടതില്ല എന്നാണ് പറയും. നിങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി ഞാനല്ല പിടിച്ചു നിർത്തിയത്, അത് നമ്മളെ യുദ്ധത്തിന് കേടാം. അതിന്റെ ആവശ്യമില്ല. ഫ്രീ ആയിട്ട് ഒരാൾ നിൽക്കുന്ന പറഞ്ഞാൽ നിർത്തേണ്ട ആവശ്യമില്ല. പൈസ കൊടുത്തിട്ട് ഒരാളെ നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ നിർത്തിയിട്ട് നിസ്കരിക്കണം എന്നാണ്. സാധിക്കില്ലെങ്കിലാണ് പിന്നെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ഒരു നിലക്കും നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു വേദന ഉണ്ട്, പ്രയാസമുണ്ട്, എങ്കിലായിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇരുത്തം തന്നെ ഫുഖഹാക്കൾ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഇരുത്തം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ അർത്ഥയാക്കിയിരിക്കുന്ന ഇരുത്തോ, അല്ലെങ്കിൽ പിന്നെ കാലിങ്ങനെ വെച്ചാണ്ട് ഒരു ഇരുത്തണ്ടല്ല, ഇങ്ങനെ വെച്ചാണ്ടിരുത്തം, ആ ഇരുത്താണ് സുന്നത്തായ ഇരുത്തം. ഇരുന്ന് നിസ്കരിക്കുക എന്നൊരു ഓപ്ഷൻ വരുന്നത് ഒരിക്കലും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതകാലത്തിൽ എന്തുകൊണ്ട് നിസ്കരിക്കാനുള്ള ആരോഗ്യം നമുക്ക് നൽകിയിട്ടുണ്ട്.